ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. ഗവൺമെന്റ് GHSS പ്രാപ്പോയിൽ യുവജനോത്സവ ലഹരിയിൽ. വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. സ്കൂൾ ഓഡിറ്റോറിയം ഉൾപ്പെടെ 3 വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രിൻസിപ്പാൾ KV സജി സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് KC ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. യുവജനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം യുവ പിന്നണി ഗായികയും മഴവിൽ മനോരമ പാട്ടിലെ താരം ഫെയിമും ഉണ്ണിമേനോൻ പുരസ്കാര ജേതാവുമായ രേഷ്മ KS നിർവഹിച്ചു. SMC ചെയർമാൻ ജെയിംസ് ഇമ്മാനുവേൽ, PTA വൈസ് പ്രസിഡന്റ് അലിയാർകുട്ടി, മദർ PTA പ്രസിഡന്റ് ലീന അഭിലാഷ്, ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ്മാരായ ദീപ ജോസ്, സോജൻ OP, സ്റ്റാഫ് സെക്രട്ടറി ജോമേഷ് ജോൺ, സ്കൂൾ ചെയർമാൻ അഭിനവ് തോപ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കലോത്സവം ജനറൽ സെക്രട്ടറി CK രാജേഷ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് അലിയാർകുട്ടി എത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി മദർ PTA പ്രസിഡന്റ് ലീന അഭിലാഷ് എത്തിയിട്ടുണ്ട്. ഏതാനും വർഷമായി മദർ PTA പ്രസിഡന്റായും മദർ PTA കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ലീന അഭിലാഷ്. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തിലും സജീവ സാന്നിധ്യമായിട്ടുള്ള ലീന അഭിലാഷിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികളിലുള്ള സർഗശേഷി കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഈ കലാമേള ഉദ്ദേശിക്കുന്നത്. പരിഷ്കരിച്ച നമ്മുടെ ഹൈസ്കൂൾ കലാമേളയുടെ മാനുവൽ പ്രകാരം ഹൈസ്കൂൾ വിഭാഗത്തിൽ 89, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 98 മത്സര ഇനങ്ങളാണുള്ളത്. ഏതായാലും നമ്മുടെ സ്കൂൾ തലത്തിൽ ഈ കലാമേള നടത്തുമ്പോൾ വളരെ ശുഷ്കിച്ച നിലയിൽ വളരെ കുറഞ്ഞ പരിപാടികളിൽ മാത്രമാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വിവിധ മേഖലകളിൽ കഴിവുള്ളവരാണ് എന്ന് തെളിയിച്ചവരാണ്. അപ്പോ എന്റെ അമ്മ എന്നെ പുറത്തുനിന്ന് എന്താ പറയാ ഈ പറഞ്ഞ മാതിരി ഒരു കലോത്സവത്തിൽ വരുമ്പോൾ ഈ പാരന്റ്സ് ടെൻഷൻ അടിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ കൂട്ടി വന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് കോളാണ്. അതായത് വീട്ടിൽ പണിത്തിരക്കുള്ളത് കൊണ്ട് അച്ഛനമ്മയ്ക്ക് കൂട്ടി വരാൻ പറ്റില്ല. അപ്പൊ അമ്മയാണ് കൂട്ടി വരാം. അങ്ങനെ വന്നപ്പോൾ പണിത്തിരക്കുള്ളത് കൊണ്ട് ലാസ്റ്റ് കോള വെക്കുമ്പോഴാണ് ഞാൻ ഈ സ്റ്റേജിന്റെ ബാക്കിൽ എത്തണേ. അമ്മ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, അച്ഛൻ ബാക്കിലുണ്ട്. അപ്പോ ടീച്ചർ ലാസ്റ്റ് കോൾ അനൗൺസ് ചെയ്യാം. ഞാൻ വേഗം ഓടി കവച്ച ഈ സ്റ്റേജിന്റെ ബാക്കിൽ വന്ന് നിൽക്കുമ്പോ എന്റെ ടീച്ചർ മിസ് ടീച്ചർ അന്ന് ഇവിടെ തന്നെയായിരുന്നു ജഡ്ജസ്. ഞാൻ കാണുന്ന കുറെ അധ്യാപകരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുണ്ട്. ഒരുപാട് കുറെ ടീച്ചേഴ്സിനെ, അതായത് ജെയിംസ് സാറ്, സജി സാറ്, രാജേഷ് സാറിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും നിറയെ സ്കൂളില്. അപ്പൊ എന്റെ ക്ലാസ്സിലും അങ്ങനെ എന്താ പറയാ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ നിശ്ചയിച്ചതൊക്കെ ഇരുന്ന് അപ്പൊ ആദ്യം ടീച്ചറെ ഞാൻ എഴുതാണത്തിനാണ് പങ്കെടുത്തത് വന്നപ്പോ ടീച്ചർ പറഞ്ഞു വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരണം, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ സ്കൂളിൽ പങ്കെടുത്തിട്ടുള്ളൂ. കാരണം ആരും ഇങ്ങനെ എഴുതാണത്തിനും അങ്ങനെ പങ്കെടുക്കാറില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എഴുത്തൊക്കെ കൊടുത്ത് ടീച്ചർ എന്നെ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുപ്പിച്ചു. ആദ്യത്തെ കൊല്ലം സബ് ജില്ലയിൽ പോയപ്പോൾ എനിക്ക് സീക്രട്ട് ഒരു പോയിന്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കൊല്ലം ഇതേപോലെ എഴുതാണത്തിനും കഥകളിലും ഞാൻ മത്സരിച്ചു. അപ്പോൾ ഇതിലായിട്ട് പഠിപ്പിക്കാൻ വിട്ടു. എന്റെ ആദ്യം ഒരു ശ്രീജ ടീച്ചറായിരുന്നു, ഞാൻ എന്നും ഓർത്തു. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ലളിതഗാനത്തിൽ ഫസ്റ്റ് കിട്ടി. ക്ലാസിക്കലായി പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ആകെ 2 മാസം മാത്രമായിരുന്നു ക്ലാസിക്കൽ അഭ്യസിച്ചിരുന്നത്. അപ്പോൾ അത്രയും ഒരു കാലയളവിൽ ശാസ്ത്രീയ സംഗീതത്തിൽ ഒരു കുട്ടിയും മത്സരിക്കില്ല. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു മത്സരിപ്പിക്കില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ അരങ്ങേറ്റം പോലും കഴിയാതെ എന്നെ ഒരു പാട്ടിന് വേണ്ടി മത്സരിപ്പിച്ചു. അന്ന് എനിക്ക് സബ് ജില്ലയിൽ ശാസ്ത്രീയ സംഗീതത്തിനും ലളിതഗാനത്തിനും ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കാലയളവിൽ ഈ പ്രാപ്പോയ് സ്കൂളിന്റെ ഓരോ ടീച്ചറും, എന്റെ ആദ്യത്തെ ടീച്ചർ 1ാം ക്ലാസ്സിലെ ടീച്ചർ കണ്ണമാഷും
ക്ലാസ്സിൽ കയറും. അതുപോലെ ഒരു ഹൈസ്കൂൾ வசாமல் உங்கள் கஸ்தூரி மனமாகுதே அகலுகை காரணமுத்தொலி ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വിളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. രുചിയേറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ, ചൈനീസ്, അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ്, മോക്ടെയിൽ, ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും, ഷവായ, അൽഫാം, ഷവർമ, മന്തി, തന്തൂരി ഐറ്റംസ്, അങ്ങനെ എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ, നിയർ പഞ്ചായത്ത് ഓഫീസ്, ചെറുപുഴ. ഫോൺ 9495461479. ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ.